അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അൽഹംദുലില്ലാ നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ എന്ന് അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ മക്കളെ, കുറേ ദിവസമായില്ലേ നമ്മൾ കാറ്ററിങ്ങിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ നമുക്ക് ഓരോരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടോ, അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാഞ്ഞത്. കാറ്ററിംഗ് ഒക്കെ ഡെയിലി നടക്കുന്നുണ്ട്. പിന്നെ നമ്മളെ വയനാട്ടിൽ നമ്മളെ കൂടപ്പിറപ്പുകൾ സുഹൃത്തുക്കൾക്കൊക്കെ സംഭവിച്ചതുകൊണ്ടല്ലോ അതിൽ ഭയങ്കര വിഷമമായിട്ടോ. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനും വീഡിയോ ഇടാനും ഒന്നൊരു മൂഡില്ലാതായി, എന്നൊരു ടെൻഷനേക്കാരം കേട്ടോ. നമുക്ക് അതെടുക്കാണ്ട് ആലോചിക്കുമ്പോൾ പിന്നെ ഫോണിലും ടി വിയിലും ഫുള്ള് ആ വാർത്തയല്ലേ. പിന്നെ നമ്മൾ ഈ കാറ്ററിങ്ങൊന്നും അപ്പോൾ നമ്മൾ വീഡിയോ ഇടുന്നതിന് ഒരു പ്രശസ്തി ഇല്ല കേട്ടോ. എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നതും ആ വാർത്തയാണ്. അവിടെ എന്താ സംഭവിച്ചു, എന്തായി എന്നറിയാനിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇടുന്നത് ഒരു മോശമല്ലേ. അത് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ കാറ്ററിങ്ങിൻ്റെ വീഡിയോസ് എടുക്കാനും വിടാനൊന്നും ഒരു താല്പര്യമില്ലാതായത്. നമുക്ക് തന്നെ അത് കാണുമ്പോൾ എന്തൊരു ടെൻഷനും കാര്യങ്ങളും. അപ്പോൾ അത് അറിയാനാണ് എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടാകുക, അവിടെ എന്തായി എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്നും ഇത്രയും കാലം ഇടാതെ നിന്നത്. കുറേ വീഡിയോ എടുത്തു വെച്ചത് തന്നെ ഉണ്ടായിട്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാനൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇനി പറ്റണ പോലെയൊക്കെ ഞാൻ ഇടാമെന്ന് വിചാരിച്ചിരിക്കണ്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ നമ്മൾ കാറ്ററിങ് പത്തിരിയും അതേപോലെ കലത്തപ്പം ഒക്കെ ചുട്ടെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ അപ്പാണ് കേട്ടോ കടി ഉണ്ടാക്കുന്നത്. അതേപോലെ ഗ്രീൻ പീസ് ആയിട്ട് കറി വെക്കുകയാണ്. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ സംരംഭക ചാനലിൽ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. നമ്മളെ ചാനലൊന്ന് കട്ടായി കിടക്കുകയാണ്. അപ്പോൾ അതൊന്ന് ഓപ്പൺ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ ഷോർട്ട് വീഡിയോ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ പരിപ്പ് വടൻ്റെ ഒരു വീഡിയോ ഇട്ടിക്കണം കേട്ടോ. അതിൽ നല്ല ക്രിസ്പി കറുമുറു പരിപ്പ് വട എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ നമ്മളെ സംരംഭക ചാനലിൽ ഇട്ടിക്കണം. അപ്പോൾ അത് കാണാൻ ആവശ്യമില്ലൊക്കെ ഒന്ന് പോയി കണ്ടുകൊണ്ട് കേട്ടോ. ആവശ്യക്കാർ പരിപ്പ് വട ചുടാൻ ആഗ്രഹിക്കണോളും അതേപോലെ എങ്ങനെയാണ് പരിപ്പ് വടക്ക് ക്രിസ്പി കിട്ടുന്നത് എങ്ങനെയാണെന്നൊക്കെ അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ചെറിയ വീഡിയോ കാര്യം എന്തായാലും 8 മിനിറ്റിൻ്റെ മേലൊന്നും നമ്മളതിലിടുന്ന വീഡിയോസിന് ലെങ്ത്ത് ഉണ്ടാവലില്ല. ചെറിയ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഓരോ റെസിപ്പിയും കാണിക്കൽ. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവർ അത് അതിൽ പോയി കണ്ടുകൊണ്ട് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. കമൻറ്റിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലും നമ്മൾ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ആവശ്യക്കാർക്ക് കാണാമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു സ്കൂളിലെ ദിവസം എടുത്തു വെച്ച വീഡിയോ ആണ് ഇട്ടത്. വ്യാഴാഴ്ച കഴിഞ്ഞ വ്യാഴാഴ്ച എങ്ങാനും എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടിയാണ്ട് സോയാബീൻ വെള്ളത്തിലിട്ടതാണ് കേട്ടോ, പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതാ അപ്പം ചുട്ടെടുക്കുന്നുണ്ട്. നമ്മളെ മെട്രോൻ്റെ പൊടി വെച്ചിട്ട് തന്നെ കലക്കി വെച്ചിട്ടാണ് അപ്പം ചുടുന്നത്. അപ്പോൾ അതുകൊണ്ട് ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അടുപ്പത്തായതുകൊണ്ട് നല്ല തീയും ഇതൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ അപ്പം ഇന്ന് അടുപ്പത്ത് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മറ്റേത് നമ്മൾ തീ മൂട്ടാൻ മടിയായാൽ അന്ന് ഹൈ സ്പീഡും ഗ്യാസും അങ്ങനെ പോകും കേട്ടോ. മൂട്ടി കിട്ടിയാൽ നമുക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ തന്നെ ഇങ്ങനെ ചെയ്യും. എന്താ പറയുക, അപ്പോൾ നമ്മൾ ഓരോ കൂട്ടുകാർ കുറച്ച് നമുക്ക് നല്ല അടുപ്പല്ല കുറച്ച് കൂട്ടുകാരൊക്കെ വന്നിട്ട് എന്താണ് നിങ്ങൾക്ക് പറ്റിയത്, എന്താണ് വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിച്ച് അന്വേഷിച്ചതിന് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം. നമ്മൾ അന്വേഷിക്കാൻ ആളുകളുണ്ടല്ലോ, നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അതേപോലെ വെള്ളത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. നമുക്കും പുഴേൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മളെ വീട്. അപ്പോൾ വെള്ളമൊക്കെ നമ്മൾ അതിര് വരെയൊക്കെ വരും. ഒരു പ്രാവശ്യം നമ്മൾ വീട്ടിലേക്കൊക്കെ കയറിന്. ഇപ്രാവശ്യം അൽഹംദുലില്ലാ അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളെ വയനാട്ടിൽ അങ്ങനെ ഉരുൾപൊട്ടൽ സംഭവിച്ച അന്ന് രാവിലെ നല്ല വെള്ളമാണ് കേട്ടോ. അതിൽ നമ്മൾ അതിര് വരെ വെള്ളം ഉണ്ടേനി. മുറ്റത്തേക്ക് ഇവിടേക്കൊന്നും കയറിയിട്ടില്ല. അപ്പോൾ ഒരു കുഴപ്പമില്ലാതെ അൽഹംദുലില്ലാ പടച്ച റബ്ബ് കാത്തിക്കണം. എന്തായാലും അത്ര ഡേഞ്ചറായിട്ടൊന്നും വരില്ല കേട്ടോ. അങ്ങനെ പതുക്കെ വന്നിട്ട് അതേപോലെയാണ് പോവുള്ളൂ കേട്ടോ ചെയ്യാം നമ്മളിവിടെയൊക്കെ. അപ്പം അങ്ങനെയൊക്കെ ഇനി ഇതാ നമ്മൾ സോയാബീനൊക്കെ നല്ലോണം മസാലയൊക്കെ കൂട്ടിയിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കരിയാതെ നോക്കണം കേട്ടോ. കരിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ ഒരു ട്രിപ്പ് പൊരിച്ചാൽ 2ാം ട്രിപ്പും പൊരിച്ചെടുക്കുന്നുണ്ട്. സോയാബീൻ ഇനി വെക്കണില്ലാറ് മക്കൾക്ക് ഇഷ്ടം പൊരിച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് പൊരിച്ചിരിക്കണം. പത്തിരി രാവിലെ കൊടുത്തേച്ചിൻ്റെ ബാക്കിയുള്ള പത്തിരിയാണ് കേട്ടോ കാണുന്നത്. അന്നത്തെ ദിവസം സ്കൂൾക്ക് നമ്മൾ പൂവടയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഞാൻ വീഡിയോ പൂവടൻ്റെ പത്തിരിൻ്റെ ഒന്നും വീഡിയോ നമ്മളതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരു കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ.
പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കേക്കൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിന്നേക്കാണ്. അപ്പം വൈറ്റ് കേക്കാണ് നമ്മൾ ഉണ്ടാക്കണത്, വൈറ്റ് ഫോറസ്റ്റിൻ്റെ കേക്കാണ്. അപ്പോൾ അത് മോഡലും കാര്യങ്ങളൊക്കെ വേറെ ചെയ്യണത് കേട്ടോ. അപ്പോൾ 2 കിലോൻ്റെ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വൈറ്റ് സ്പോഞ്ച് ഉണ്ടാക്കിയിട്ട് നമ്മൾ സാധാ പിന്നെ ക്രീം തേക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. മിൽക്കിൻ്റെ ഇതാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താ പറയുക, സിറപ്പ് മിൽക്ക് ഒഴിച്ചിട്ടുണ്ടാക്കിയാണ് കേട്ടോ. പഞ്ചസാര അതിൽ കുറച്ച് മിൽക്കും കൂടി ഒഴിച്ചിട്ടുണ്ടാക്കിയ മിൽക്ക് സിറപ്പ് ഉണ്ടാക്കിയേക്കാണ്. ഫ്ലേവറിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ഒഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ മിൽക്ക് മേഡും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഇങ്ങനെ ചിരകി വെച്ചിരിക്കണം കേട്ടോ. അതും കൂടി അതിൻ്റെ മേൾക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ബ്ലാക്ക് ഫോറസ്റ്റിലാറ് ഒന്നും കൂടി ഇഷ്ടം പിന്നെ വൈറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നമുക്ക് ഓർഡർ അധികം പറയണല്ലോ വൈറ്റ് തന്നെയാണ് കേട്ടോ ഉണ്ടാവൽ. അപ്പോൾ ഞാൻ ആ ഫസ്റ്റത്തെ ലെയർ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് പിന്നെ മേലേക്ക് നമ്മൾ രണ്ടാമത്തെ ലെയറിന് വേണ്ടിയിട്ടുള്ള 1/2 കിലോൻ്റെ പാത്രത്തിൽ ഉണ്ടാക്കിയ കേക്കാണ് കേട്ടത്. ഇതും അതേപോലെ ഞാനിങ്ങനെ ക്രീം തേച്ചെടുക്കുകയാണ്. അപ്പോൾ സെയിം പിന്നെ ആദ്യത്തെ കാണിച്ച അതേപോലെ തന്നെ പിന്നെ അത് ക്രീം ഇതാക്കുക. അതിന് ശേഷം നമ്മൾ പിന്നെ മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെയാണ് കേട്ടോ ഇതും ചെയ്തെടുക്കുന്നത്. അപ്പോൾ അടുത്ത ലെയറും അതേപോലെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 കളറിലായിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്തെടുക്കുന്നത്. ആൺകുട്ടിക്കുള്ള കേക്കേന് കേട്ടോ. അപ്പോൾ റോസ് കളറും പിന്നെ റെഡും അങ്ങനത്തെ കളറുകളൊന്നും വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ലൈറ്റായിട്ടൊരു ബ്ലൂവും അതേപോലെ യെല്ലോ കളറിലുമാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി പിന്നെ ഫസ്റ്റ് ക്രീമൊന്ന് തേച്ചിട്ട് നന്നായിട്ട് സെറ്റായതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ ക്രീം തേച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വർക്കുകളും കാര്യങ്ങളും ഞാൻ സ്പീഡാക്കി കണ്ട് വിടുന്നുണ്ട് കേട്ടോ. നമ്മളെ വീഡിയോ സാവധാനത്തിലായ ഒരുപാട് സമയമാണ് കേട്ടോ നമ്മളെ കേക്ക് ഫിനിഷായി കിട്ടണമെങ്കിൽ. എനിക്ക് പിന്നെ കുറേ സമയമാണ് അതുകൊണ്ട് വൃത്തിയായി കിട്ടണമെങ്കിൽ, എവിടെയും ഒന്നും ഇല്ലാതായി കിട്ടണമെങ്കിൽ, ഒരു അടയാളം പോലും ഇല്ലാതായി കിട്ടണമെങ്കിൽ കുറേ സമയം എടുക്കും. അപ്പോൾ ഞാൻ വീഡിയോ അത്യാവശ്യം സ്പീഡാക്കി വെച്ചിരിക്കണം. നമ്മൾ ഈ ക്രീമൊക്കെ തേക്കണോടത്ത് നമുക്ക് ചെറിയ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി. പക്ഷേ അതിനൊക്കെ കോപ്പിറൈറ്റ് വരാണ് കേട്ടോ മക്കളെ. നമുക്ക് പിന്നെ പഴയ വീഡിയോസിനൊക്കെ കുറേ കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടോ. കുറേ മ്യൂസിക് നമ്മളെ ഇതിൽ പിന്നെ ആഡാക്കിയതിന് ശേഷം ആഡാക്കിയത് കാരണം. പക്ഷേ ഇത് കുറേ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. അന്നൊന്നും ആ ഉടനെയൊന്നും കോപ്പിറൈറ്റ് കണ്ടിട്ടില്ല. പിന്നെ കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷം കേട്ടോ, മാസങ്ങളും വർഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് കോപ്പിറൈറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ നീല കളറിൽ കൊടുത്തത് നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടി കൊണ്ടുവച്ചു. പിന്നെ അത് നമ്മൾ 1/2 കിലോൻ്റെ കേക്ക് ഉണ്ടല്ലോ, 1/2 കിലോൻ്റെ 2 കേക്ക് ഉണ്ടാക്കിയിട്ട് അതിൽ ഒരു അരൻ്റെ ഫുള്ളും ഒന്നിൻ്റെ പകുതിയും വെച്ചിട്ടാണ് ഇത്ര ഹൈറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്ര ഹൈറ്റിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇതിന് നമ്മൾ യെല്ലോ കളറിലാണ് പിന്നെ ക്രീം വെച്ചെടുക്കുന്നത്. കേക്കിൻ്റെ വീഡിയോസ് തന്നെ കുറേ ആയില്ലേ നമ്മൾ ചാനലിൽ ഇട്ടിട്ട്. അപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് തോന്നൂല കേട്ടോ. അത് ഉണ്ടാക്കുന്ന ടൈമിൽ വീഡിയോ എടുക്കുമ്പോൾ എന്തൊരു പണിക്കാണെങ്കിലും ഒരുപാട് ടൈം പോവുകയാണ് കേട്ടോ. നമ്മൾ വേറെ പിന്നെ പണി ചെയ്യണ പോലെയല്ല. അത് ക്യാമറ ഓണാണോ നോക്കണം, ഓണായാൽ തന്നെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഓഫാക്കണം, പിന്നെ അയച്ചെങ്ങന്ന് എവിടെ വെച്ചാൽ എടുക്കണം. അങ്ങനെ ഒന്നായിട്ട് മൊത്തത്തിലാണ്ട് എടുത്താൽ നിങ്ങൾക്കും തന്നെ ഒരുപാട് സമയമായി പോവും. അല്ലെങ്കിൽ പിന്നെ ഒരെണ്ണം മാത്രം കാണിച്ചു തരുന്ന വീഡിയോ ആണ്. കേക്കാണെങ്കിൽ കേക്ക് മാത്രം നമ്മൾ സംരംഭക ചാനലത്തെ പോലെ ഒന്ന് മാത്രം കാണിക്കണം. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, അത് മൊത്തത്തിലാണ്ട് എടുത്താൽ മതി. ഇത് പല ഐറ്റംസുകളും ആകുമ്പോൾ ഒരുപാട് സമയമായി പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഹൈറ്റ് കൂടിയ കേക്കായതുകൊണ്ടേ പിന്നെ നമ്മളെ കാർഡ് വെച്ചിട്ട് ഇങ്ങനെ പിന്നെ നമ്മൾ റൗണ്ട് ചെയ്തെടുക്കുമ്പോൾ അത് കാർഡ് മൊത്തത്തിലാണ്ട് എത്തണില്ല കേട്ടോ. എന്തായാലും ഞാൻ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തെങ്ങാണ്ട്
മറ്റേ കേക്കിൻ്റെ മേലേക്ക് വല്ലതാണ്ട് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ഈ നൈഫ് ഇങ്ങനെ വല്ലാണ്ട് വലിച്ചെടുത്തപ്പോൾ ചെറിയൊരു അടയാളം വന്നിരിക്കണം കേട്ടോ. അത് വലിച്ചൂരി കൊടുത്ത ക്രീം കണ്ടോ നമ്മളതിൻ്റെ മേലെ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ അത് ഞാൻ വല്ല അവിടെ വൃത്തിയാക്കി കൊടുത്തിരിക്കണം, റെഡിയാക്കി വെച്ചിരിക്കണം. പിന്നീട് അടയാളങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ. പിന്നെ താഴെ ഫ്ലവറൊക്കെ വരച്ചു കൊടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പേര് എഴുതിയതിന് ശേഷം ഞാനിത് കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയാണ് ഇതിൻ്റെ ടോട്ടൽ ലാസ്റ്റിലെ രൂപം എങ്ങനെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 2 കുട്ടികളെ ബർത്ത്ഡേക്കുള്ള കേക്ക് കഴിഞ്ഞിട്ടത് ഏട്ടൻ്റെയും അനിയൻ്റെയും പിന്നെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അതിന് 2 കുട്ടികളെ പേരും എഴുതുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെ പേരെഴുതലൊക്കെ ഇവിടെ അവസാനിച്ചിരിക്കണം കേട്ടോ. അജു ആൻഡ് ലിജു ആണ് കേട്ടോ നമ്മളെ കേക്കിൻ്റെ പേര്. അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മളെ കേക്കിൻ്റെ രൂപം ഇതാ ഇങ്ങനെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഇവിടെ പിന്നെ അടിയിൽ മഞ്ഞ കളർ വെച്ചിട്ട് ഫ്ലവറും മേലൊക്കെ നീല കളർ വെച്ചിട്ട് ഫ്ലവറും ഇങ്ങനെ ഒരു മോഡലാണ് ചെയ്തെടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ കേക്കൊക്കെ ഉഷാറായിട്ട് കിട്ടിയിരിക്കണം. ഇങ്ങനെ റോസ് പൂ വരച്ചു കൊടുത്തേക്കാണ്. അപ്പോൾ നമ്മളെ കേക്കിൻ്റെ ലാസ്റ്റ് ഫൈനൽ രൂപം ഇങ്ങനെയാണ് കേട്ടോ മക്കളെ. അപ്പോൾ നിങ്ങൾക്കൊക്കെ നമ്മളെ ഈ വീഡിയോസും കേക്കും അതേപോലെ നമ്മളെ എല്ലാതും ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. നിങ്ങൾ ഓരോരുത്തരെയും ലൈക്കാണ് കേട്ടോ നമുക്ക് സപ്പോർട്ട്. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാൻ ആരും ഒരു മടിയും കാണിക്കരുത്. ആർക്കും ഒന്നും നഷ്ടപ്പെടില്ല ഒന്ന് ലൈക്ക് അടിച്ചാൽ. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാനതൊക്കെ ഒന്ന് ബോക്സിലാക്കിങ്ങാണ്ട് കൊടുക്കേണ്ട പണിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ബോക്സൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിരിക്കണേ. ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇത് ഹൈറ്റിലെ കേക്കാകുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ബോക്സാണ്. ചെറിയ ബോക്സിലാകുമ്പോൾ ഇത് കുറച്ച് ഹൈറ്റ് കൂടുകയും ചെയ്തിട്ടോ. അപ്പോൾ പാകത്തൊരു ഹൈറ്റിൽ നമുക്ക് കിട്ടിയിട്ടില്ല ഇനിയും. അപ്പോൾ ഈ ബോക്സിലാണ് ഞാനിത് റെഡിയാക്കി കൊടുത്തത്. പിന്നെ അത് റെഡിയാക്കിയതിന് ശേഷം അതിൻ്റെ മേലെ 2 കത്തിയും വെച്ചിട്ടോ 2 കുട്ടികൾക്കും ഒരുമിച്ച് മുറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക് യു.